Hello everyone, welcome back to Xylem Learning. Makle Ardra Miss Anna. So in the geography 6th chapter ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സിന്റെ കോൺസെപ്റ്റ് റിവിഷനുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരൊറ്റ വീഡിയോ കൊണ്ട് സിമ്പിൾ ആയിട്ട് നമ്മൾ ചുരുങ്ങിയ സമയം കൊണ്ട് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പോകും, നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ ഒക്കെ പഠിച്ചതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിന്റെ കോൺസെപ്റ്റ് കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങളെ പഠിപ്പിച്ചു തരാൻ പോവാണ് സിമ്പിൾ ആയിട്ട്. ഓക്കെ, അപ്പൊ എല്ലാവരും റെഡി ആണല്ലോ, നമ്മൾ തുടങ്ങാൻ പോവാണ്. ഹ്യൂമൻ റിസോഴ്സ് ആണ് അല്ലെ, വി ദ പീപ്പിൾ ആണ്, നമ്മൾ എങ്ങനെയാണ് ഹ്യൂമൻ ബീങ്സ് എങ്ങനെയാണ് റിസോഴ്സ് ആയിട്ട് മാറുന്നത്, ബാക്കി എന്തൊക്കെ കാര്യങ്ങളാണ് റിസോഴ്സ് എന്ന് നമുക്കറിയാം അല്ലേ. എന്താണ് ബുക്സ് എന്താണ് റിസോഴ്സ് ആണ് അല്ലെ, വെൽത്ത് എന്താണ്, മണി എന്താണ് റിസോഴ്സ് ആണ് അല്ലെ. അപ്പോൾ ഒരുപാട് റിസോഴ്സ് ഉണ്ട്. സോ ഹ്യൂമൻ റിസോഴ്സ് എന്താണ്, ഓക്കെ, നമ്മൾ പീപ്പിൾ എങ്ങനെയാണ് റിസോഴ്സ് ആവുന്നത്. സോ നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സ് എന്താണ്. അത് ഹ്യൂമൻ റിസോഴ്സ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, ഡിഫൈൻ ചെയ്യണം അല്ലേ. അപ്പോൾ കൃത്യമായിട്ട് അതിന്റെ ഡെഫിനേഷൻ നമ്മൾ പഠിച്ചിരിക്കണം. അപ്പൊ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് അല്ലെ, പീപ്പിൾ ആർ എ നേഷൻസ് ഗ്രേറ്റസ്റ്റ് റിസോഴ്സ്. അതായത് ബാക്കിയുള്ള റിസോഴ്സ് ഒക്കെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ, എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ പീപ്പിളിന്റെ ബ്രെയിൻ അല്ലേ, നമ്മൾ ഹ്യൂമൻ ബീങ്സ് എന്ത് ചെയ്യണം, ആക്ട് ചെയ്യണം. അതുകൊണ്ട് തന്നെ അല്ലെ, അങ്ങനെ കൃത്യമായിട്ട് ആക്ട് ചെയ്താൽ മാത്രമേ ഒരു നേഷൻ, ഒരു കൺട്രി എന്ത് ചെയ്യുള്ളൂ, ഡെവലപ്ഡ് ആവുള്ളൂ, ഗ്രോ ചെയ്യുള്ളൂ അല്ലേ. അപ്പോൾ ഒരു നേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ആണ് അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സ്. ഓക്കെ, ഹ്യൂമൻ റിസോഴ്സ് ഇസ് ദ അൾട്ടിമേറ്റ് റിസോഴ്സ്. നമ്മൾ പറഞ്ഞു ബാക്കിയുള്ള റിസോഴ്സ് ഒക്കെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ പീപ്പിൾ വേണമല്ലേ, നമ്മൾ ഹ്യൂമൻ ബീങ്സ് വേണം. ഓക്കെ, ഹെൽത്തി എഡ്യൂക്കേറ്റഡ് ആൻഡ് മോട്ടിവേറ്റ് പീപ്പിൾ ഡെവലപ്പ് റിസോഴ്സ് ആസ് പെർ ദെയർ റിക്വയർമെന്റ്സ്. ഓക്കെ, അതായത് ഈ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് ചുമ്മാ എല്ലാ ആൾക്കാരും നല്ലൊരു ഹ്യൂമൻ റിസോഴ്സിന് എക്സാമ്പിൾ ആയിട്ട് വരില്ല. ഈ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ നല്ല ഹ്യൂമൻ റിസോഴ്സ് ആണെന്ന് പറയുമ്പോഴത്തേക്ക് അവരെന്തായിരിക്കും, എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുള്ള ഹ്യൂമൻ ബീങ്സ് ആയിരിക്കും. ഓക്കെ, ദെൻ എഡ്യൂക്കേറ്റഡ് ആയിരിക്കും. ഓക്കെ, അതായത് എഡ്യൂക്കേറ്റഡ് ആയിരിക്കും, ദെൻ ഹെൽത്തി ആയിരിക്കും അല്ലെ, നല്ല ഹെൽത്ത് കെയറും അല്ലെ മെഡിക്കൽ കെയറും ഒക്കെ കിട്ടുന്ന നല്ല പീപ്പിൾ ആയിരിക്കും. ഓക്കെ, ഈ പീപ്പിൾ ആണല്ലേ നല്ല രീതിക്ക് മെഡിക്കൽ കെയറും എഡ്യൂക്കേഷനും ഒക്കെ കിട്ടിയിട്ടുള്ള ആൾക്കാരാണ് നല്ല ഹ്യൂമൻ റിസോഴ്സിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു കൺട്രിയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ആണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യരുത്, മറന്നു പോകരുത്. ആൻഡ് അൾട്ടിമേറ്റ് റിസോഴ്സ് ആണ്. ഓക്കെ, ബാക്കിയുള്ള റിസോഴ്സ് ഒക്കെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്തത് ഹ്യൂമൻ റിസോഴ്സ് ആണ്, അത് മറന്നു പോയില്ലല്ലോ. റെഡി, ഇനി അടുത്തത് ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. എന്തൊക്കെയാണ് ഹ്യൂമൻ റിസോഴ്സിന്റെ പ്രത്യേകത? നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സ് ലൈക്ക് അതർ റിസോഴ്സ് ആർ നോട്ട് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓൾ ഓവർ ദ വേൾഡ്. അതായത് നമ്മുടെ ലൈക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പീസ് ഓഫ് ലൈക്ക് ഒരു പിസ്സ എന്ത് ചെയ്യാം, നമുക്ക് ഈക്വലി അതിന് എന്ത് ചെയ്യാം, അത് റിസോഴ്സ് ആണെന്ന്, ഫുഡ് അല്ലേ, ഫുഡ് ആയിട്ടല്ലേ, നമുക്ക് ഈക്വൽ ആയിട്ട് ഇത്ര ആളുകൾക്ക് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ എന്താണ്, നമുക്ക് എല്ലാ കാര്യങ്ങളും ഈക്വലി ഡിവൈഡ് ചെയ്യാൻ പറ്റും ബാക്കിയുള്ള റിസോഴ്സ് ഒക്കെ. പക്ഷേ ഹ്യൂമൻ റിസോഴ്സ് എന്ത് ചെയ്യാൻ പറ്റൂല, അങ്ങനെ നമുക്ക് ഈക്വലി ഡിവൈഡ് ചെയ്യാൻ പറ്റൂല, അല്ലെങ്കിൽ ഈക്വൽ ആയിട്ട് എല്ലാ സ്ഥലത്തും കാണാൻ പറ്റില്ല. ഓക്കെ, വേൾഡ് വൈഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈക്വൽ ആയിട്ട് കാണാൻ പറ്റില്ല. ഇതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഓരോ സ്ഥലത്തും അല്ലെ ഇതേ ഡിഫറെന്റ് ഇൻ ദെയർ എഡ്യൂക്കേഷൻ ലെവൽ, സെക്സ് ആൻഡ് എല്ലാ കാറ്റഗറിയും എടുത്തു പോയിക്കോട്ടെ, ഓരോ സ്ഥലത്തും അല്ലെ ലോകത്തിന്റെ ഓരോ കോണിലും അല്ലെ എന്താണ് ഡിഫറെന്റ് ആയിട്ടായിരിക്കും നമുക്ക് കാണാൻ പറ്റുക അല്ലെ. ഡിഫറെന്റ് ഏജിലുള്ള ആൾക്കാർ, ഡിഫറെന്റ് സെക്സ് അല്ലെ, ഫീമെയിൽ മെയിൽ ഉണ്ട്. ആൻഡ് അത് തന്നെ ഓരോ സ്ഥലത്തും ഓരോ ടൈപ്പ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അവരുടെ നമ്പറും അല്ലെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഓരോ സ്ഥലത്തും ഓരോന്നായിരിക്കും. അത്രയും കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, പുറത്തു വെക്കുക. ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷൻ, നമ്മൾ പറഞ്ഞു ഓരോ സ്ഥലത്തും ഓരോ ടൈപ്പ് ആൾക്കാരുണ്ടെന്ന്. ഓക്കെ, അപ്പൊ എന്താണ് പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ? ദ വേ ഇൻ വിച്ച് പീപ്പിൾ ആർ സ്പ്രെഡ് അക്രോസ് ദ എർത്ത് സർഫേസ് ഇസ് നോൺ ആസ് ദ പാറ്റേൺ ഓഫ് പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ. അതായത് ലോകത്തിൽ തന്നെ അല്ലേ, നമ്മൾ വേൾഡിൽ തന്നെ ഒരുപാട് കോണ്ടിനെന്റ്സ് ഉണ്ട്. ഓരോ കോണ്ടിനെന്റ്സ് തന്നെ ഓരോ ഏരിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്തുണ്ട്, അവിടേതായിട്ടുള്ള പോപ്പുലേഷൻ, ടൈപ്പ് ഓഫ് പോപ്പുലേഷൻ ഉണ്ട്, അതിന് അതിൻ്റെതായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സും ഫീച്ചേഴ്സും ഉണ്ട്. ഓക്കെ, സോ പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, പീപ്പിൾ ആർ സ്പ്രെഡ് അക്രോസ് ദ എർത്ത് സർഫേസ്. ഓക്കെ, known as pattern of population distribution. More than 90% of the world population lives in about 30% of the land surface. അതായത് നമ്മൾ ടോട്ടൽ ലാൻഡിന്റെ 30%ലാണ് എന്ത് ചെയ്യുന്നത്, മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ 90% എന്ത് ചെയ്യുന്നത്, റിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. സം ആർ ക്രൗഡഡ്. ഓക്കെ, ചില ഏരിയാസ് എന്ന് പറയുന്നത്, ചില റീജിയൻസ് എന്ന് പറയുന്നത് ക്രൗഡഡ് ആയിട്ടുള്ള റീജിയൻസ് കാണാൻ നമുക്ക്. ചിലതെന്ന് പറയുന്നത് എന്താണ്, സ്പെയർലി പോപ്പുലേറ്റഡ് ആണ്, കുറവേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാം, നമ്മളെ വേൾഡ് വൈഡ് ഒക്കെ വേൾഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യ, യൂറോപ്പ്, നോർത്ത് ഈസ്റ്റേൺ, നോർത്ത് അമേരിക്ക, ഇതൊക്കെ എന്താണ്, ക്രൗഡഡ് ആയിട്ടുള്ള ഒരുപാട് പോപ്പുലേഷൻ കൂടിയ ഏരിയാസ് ആണ്. ഓക്കെ, വെറസ് വെരി ഫ്യൂ പീപ്പിൾ ലിവ് ഇൻ ഹൈ ലാറ്റിറ്റ്യൂഡ് ഏരിയാസ്. അത് നമ്മൾ നോർത്ത് പോള്, സൗത്ത് പോള് ഇതൊക്കെ കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യുന്നുള്ളൂ, റിസൈഡ് ചെയ്യുന്നുള്ളൂ അല്ലേ.
പിന്നെ നമ്മുടെ ചൂട് കൂടിയ സ്ഥലങ്ങളായിട്ട് ട്രോപ്പിക്കൽ ഡെസേർട്ട്, ഹൈ മൗണ്ടെയിൻസ് എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏരിയാസ് അല്ല. അപ്പൊ ഈ ഏരിയാസ് എന്ന് പറയുന്നത് എന്താണ്? സ്പെയർലി പോപ്പുലേറ്റഡ് ആണ് അല്ലെ, പോപ്പുലേഷൻ വളരെ വെരി ഫ്യൂ ആണ് ഈ സ്ഥലങ്ങളിൽ. വെറാസ് ഹൈലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണ്? സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ്, യൂറോപ്പ് അല്ലെ, അമേരിക്ക, ഈ നോർത്ത് അമേരിക്ക, ഇതൊക്കെയാണ് പോപ്പുലേഷൻ കൂടിയ ഏരിയാസ് എന്ന് പറയുന്നത്. അപ്പൊ ഓരോ സ്ഥലത്തും എന്താണ്? പോപ്പുലേഷൻ കുറവുള്ള ഏരിയാസ് ഉണ്ട്, കൂടുതലുള്ള ഏരിയാസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലായില്ലേ? നമ്മളെ ലോകം തന്നെ എടുത്തു നോക്കിയാൽ, വേൾഡ് തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തും അല്ലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല അല്ലെ. ചില സ്ഥലങ്ങളിൽ കൂടുതലായിരിക്കും, ചില സ്ഥലങ്ങളിൽ കുറവായിരിക്കും. അത് മനസ്സിലായല്ലോ? യെസ്. ആൻഡ് many more people live in north of the equator and south of the equator. ഓക്കെ, അതായത് ഇക്വറ്റോറിയൽ റീജിയനിലാണ്, ഇക്വേറ്ററിന് അടുത്ത് കിടക്കുന്ന റീജിയനിലാണ് കൂടുതൽ ആൾക്കാർ എന്ത് ചെയ്യുന്നത്? റിസൈഡ് ചെയ്യുന്നത്. അവിടെയാണ് പോപ്പുലേഷൻ കൂടുതലുള്ളത്. ഓക്കെ, ഓൾമോസ്റ്റ് 3/4 ഓഫ് ദ വേൾഡ്സ് പോപ്പുലേഷൻ ലിവ് ഇൻ 2 continents, ഏഷ്യ ആൻഡ് ആഫ്രിക്ക. ഓക്കെ, നമ്മുടെ ലോകത്തിലെ തന്നെ അല്ലെ 3/4 എന്താണ് ആളുകളെ നമുക്ക് കാണാൻ പറ്റുക? ഏഷ്യയും ആഫ്രിക്ക, ഈ 2 കോണ്ടിനെന്റും കൂടി ചേർന്നാലാണ് നമ്മൾ ലോകത്തിലെ വേൾഡ് ടോട്ടൽ പോപ്പുലേഷന്റെ എന്ത് 3/4 നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, അപ്പോ ആഫ്രിക്ക ആൻഡ് ഏഷ്യ ആണ് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള കോണ്ടിനെന്റ്സ്. നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക, മറന്നുപോലല്ലോ. ആൻഡ് ഇക്വേറ്ററിന്റെ സൗത്തും നോർത്തിലും വലിയ തൊട്ടടുത്ത് കിടക്കുന്ന റീജിയനിലാണ് പോപ്പുലേഷൻ കൂടിയ റീജിയൻ എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഓർത്ത് വെക്കണം. മറന്നുപോലല്ലോ. ഈ 2 പോയിന്റ്സ് നിങ്ങളോട് മറന്നുപോലല്ലോ? ഇല്ല അല്ലെ? യെസ്. ഇനി നെക്സ്റ്റ്, 60% ഓഫ് ദ വേൾഡ്സ് പോപ്പുലേഷൻ സ്റ്റേ ഇൻ ജസ്റ്റ് 10 countries. ഓക്കെ, അതായത് 10 countries-ലാണ് നമ്മൾ ലോകത്തിലെ തന്നെ പോപ്പുലേഷന്റെ 60% നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, യെസ്. ഏതൊക്കെയാണ് 10 countries എന്ന് പറയുന്നത്? ചൈന, യെസ്, ഇന്ത്യ, USA, ഇന്തോനേഷ്യ, ബ്രസീൽ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നൈജീരിയ, റഷ്യ, ജപ്പാൻ. ഓക്കെ, തൊട്ട് മുന്നേ ഈ കുറച്ച് മുന്നേ എന്തായിരുന്നു? ഇന്ത്യ മുന്നേ വന്നിട്ടുണ്ടായി, ദെൻ ചൈന പുറകെ പോയി, പിന്നെയും ചൈന മുന്നിൽ കയറി, പിന്നെ ഇന്ത്യ മുന്നിൽ കയറി, ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇന്ത്യയും ചൈനയും എന്താണ്? കോമ്പറ്റീഷൻ ആണ് പോപ്പുലേഷന്റെ കാര്യത്തിൽ. സോ ഇതാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ കൂടിയ കൺട്രീസ് എന്ന് പറയുന്നത്. 10 countries എന്ന് പറയുന്നത് ഇത്രയും കൺട്രീസ് ആണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ കൺട്രീസിന്റെ പേരൊന്ന് നിങ്ങൾ ഓർത്ത് വെക്കാം. ഓക്കെ, യെസ്. ഇനി അടുത്തതാണ് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ. എന്താണ് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ എങ്കിൽ? പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, നോക്കിയോ. പോപ്പുലേഷൻ ഡെൻസിറ്റി ഇസ് എ നമ്പർ ഓഫ് പീപ്പിൾ ലിവിംഗ് ഇൻ എ യൂണിറ്റ് ഓഫ് ഏരിയ ഓഫ് ദ എർത്ത് സർഫസ്. അതായത് ഫോർ എക്സാമ്പിൾ, 1 കിലോമീറ്ററിന്റെ ഉള്ളിൽ എത്ര, അല്ലെങ്കിൽ ഒരു 10 സ്ക്വയർ കിലോമീറ്റർ, അല്ലെങ്കിൽ എത്രയെങ്കിലും അല്ലെ, ഒരു പർട്ടിക്കുലർ ഏരിയയിൽ എത്ര ആളുകൾ ജീവിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് മെയിൻ ആയിട്ട് പറയുന്നത് പെർ സ്ക്വയർ കിലോമീറ്റർ ആണ്. ഓക്കെ, ഇത്രയും സ്ക്വയർ കിലോമീറ്ററിൽ ഇത്രയും ആളുകളുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇതെന്ന് പറയുന്നത് ഒരു 50 സ്ക്വയർ കിലോമീറ്റർ ആണെന്ന് വിചാരിക്കുക. ചുമ്മാ ഒരു കണക്ക് പറയാതെ 50 സ്ക്വയർ കിലോമീറ്ററിൽ 50 പേരുണ്ട്. ഓക്കെ, ഇതാണ് എന്ത്? ആ ഒരു ഏരിയയിലെ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ അല്ലെ? എർത്ത് സർഫേസിൽ ഒരു ഏരിയയിൽ ഒരു യൂണിറ്റ് ഓഫ് ഏരിയ നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, നമ്മൾ ഒരു യൂണിറ്റ് ഓഫ് ലാൻഡ് എടുക്കുകയാണ്. ഓക്കെ, അതിനെ നമ്മൾ സ്ക്വയർ കിലോമീറ്ററിലാണ് പറയുക. ആ പീസ് ഓഫ് ലാൻഡിൽ എത്ര പേര് റിസൈഡ് ചെയ്യുന്നുണ്ട്, എത്ര പേര് ജീവിക്കുന്നുണ്ട്, അതിനെയാണ് നമ്മൾ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. റെഡി? യെസ്. ഇനി ഇതിനെന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? എഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഇതിനെ ഒരു പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ പോപ്പുലേഷൻ ഡെൻസിറ്റിനെ ഒക്കെ എഫക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ആണ് ആദ്യമായിട്ട് പറയാനുള്ളത്. അതിൽ തന്നെ ടോപ്പോഗ്രഫി എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഫാക്ടർ ആയിട്ട് വരുന്നുണ്ട്. എങ്ങനെയാണ്? പീപ്പിൾ ഓൾവേസ് പ്രിഫർ ടു ലിവ് ഇൻ പ്ലെയിൻസ് റാദർ ദാൻ മൗണ്ടെയിൻസ് അല്ലെ. മൗണ്ടെയിൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള അല്ലെ, ഭയങ്കര സ്റ്റീപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയ ആണ്. പ്ലെയിൻസ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ്, സ്യൂട്ടബിൾ ആണ് അല്ലെ. ഫാമിങ്ങിനാണെങ്കിലും മാനുഫാക്ചറിങ്ങിനാണെങ്കിലും ബാക്കിയുള്ള ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, എക്കണോമിക് ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, ഇതിനൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലെയിൻസ് ആണ്. സോ കുറച്ചുകൂടി ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് എന്താണ്? പ്ലെയിൻസ് ആണ്. ഓക്കെ, മൗണ്ടെയിൻസിനെ കാണും. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് നമ്മൾ ഇന്ത്യയിൽ തന്നെ ഗംഗ പ്ലെയിൻസ്. ഓക്കെ, ഈ ഒരു പ്ലെയിനിലാണ്, നമ്മൾ നോർത്തേൺ പ്ലെയിനിലാണ് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള സ്റ്റേറ്റ്സ്. ഓക്കെ, നോർത്തേൺ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ഗംഗ പ്ലെയിൻ കവർ ചെയ്യുന്ന ഈ ഒരു ഏരിയയിലാണ് പോപ്പുലേഷൻ കൂടുതലുള്ള ഏരിയാസ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഓക്കെ, റെഡി ആണല്ലോ. ആൻഡ് മൗണ്ടെയിൻ ഏരിയാസ് നോക്കിക്കഴിഞ്ഞാൽ ചില മൗണ്ടെയിൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെയൊക്കെ റിസൈഡ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യുന്നത് എന്താണ്? പ്ലെയിൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ടോപ്പോഗ്രഫി ഒരു ഫീച്ചർ ആയിട്ട് വരുന്നത്, നിങ്ങൾക്ക് ഒരു ഫാക്ടർ ആയിട്ട് വരുന്നത് മനസ്സിലായില്ലേ? യെസ്. ദെൻ ക്ലൈമറ്റ്. നമ്മൾ എപ്പോഴും ഭയങ്കര ചൂട് കൂടി അല്ലെങ്കിൽ ഭയങ്കര തണുപ്പുള്ള ഏരിയാസ് പ്രിഫർ ചെയ്യില്ലല്ലോ. ഒരു മോഡറേറ്റ് ക്ലൈമറ്റ് ഉള്ള റീജിയൻസ് ആയിരിക്കില്ലേ പ്രിഫർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ നമ്മൾ നോർത്തേൺ പോൾ അല്ലെങ്കിൽ അന്റാർട്ടിക്ക, സത്തേൺ പോൾ, ഇതൊന്നും നമ്മൾ ചൂസ് ചെയ്യില്ല. അല്ലെങ്കിൽ ഡെസേർട്ടിൽ നമ്മൾ ചൂസ് ചെയ്യില്ല. അവിടെയൊക്കെ ഭയങ്കര ചൂടായിരിക്കും, ഭയങ്കര തണുപ്പായിരിക്കും അല്ലെ. അപ്പൊ അതൊന്നും ചൂസ് ചെയ്യാണ്ട് ഒരു മോഡറേറ്റ് ലെവലിലുള്ള ക്ലൈമറ്റ് ഉള്ള ഏരിയാസിലായിരിക്കും കുറച്ചുകൂടെ നമ്മൾ എന്ത് ചെയ്യുക? പ്രിഫർ ചെയ്യുക അല്ലെ. യെസ്. അപ്പൊ ക്ലൈമറ്റ് എങ്ങനെയാണ് ഇതിനെ എഫക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. പിന്നെ അടുത്തത് സോയിൽ.
സോയിൽ ഫെർട്ടിലിറ്റി ഒരു ഫാക്ടറാണ്. എങ്ങനെയാണ്? യെസ്, അതായത് കുറെ റിവേഴ്സ് ഉണ്ടാവും, റിവർ പ്ലെയിൻസ് ഉണ്ടാവും. ഓക്കെ, അതിന്റെ ബാങ്ക്സിലുള്ള സോയിൽ എന്ന് പറയുന്നത് ഭയങ്കര ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിൽ ആയിരിക്കും. എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കൾട്ടിവേഷൻ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്യൂട്ടബിൾ ആണ്. അതുകൊണ്ട് തന്നെ ആൾക്കാർ എന്ത് ചെയ്യും? ഇതിന്റെ ബാങ്ക്സിൽ റിസൈഡ് ചെയ്യും. ഓക്കെ, അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് നമ്മുടെ ഗംഗ ആൻഡ് ബ്രഹ്മപുത്ര പ്ലെയിൻസ് ഇൻ ഇന്ത്യ. അവിടെ എന്തുണ്ട്? ഒരുപാട് പോപ്പുലേഷൻ കൂടുതലുണ്ട്, അല്ലെ? അഗ്രികൾച്ചർ ബേസ്ഡ് ആക്ടിവിറ്റീസ് ഒക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. ദെൻ യെസ്, ഹാങ് ഹേ ചാങ്ജിയാങ് ഇൻ ചൈന ആൻഡ് നൈൽ ഇൻ ഈജിപ്റ്റ്. ഇതൊക്കെ എന്ന് പറയുന്നത് ഓരോ റിവർ ബാങ്ക്സ് ആണ്, ഒരു റിവേഴ്സിന്റെ പേരാണ്. ഇതിന്റെ ബാങ്ക്സിലൊക്കെ ഒരുപാട് പോപ്പുലേഷൻ ഉണ്ട്. ഓക്കെ, ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആണ് ഈ ഏരിയാസ് എന്നൊക്കെ പറയുന്നത്. സോ സോയിൽ എങ്ങനെയാണ് ഒരു ഫാക്ടർ ആയിട്ട് വരുന്നത് മനസ്സിലായില്ലേ? നമ്മൾ ആദ്യം പറഞ്ഞത് ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ആണ്. അതിൽ ടോപ്പോഗ്രഫി, ദെൻ ക്ലൈമറ്റ്, സോയിൽ. ഓക്കെ, ദെൻ വാട്ടർ ഒരു ഫാക്ടർ ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ എപ്പോഴും കുടിക്കാൻ നല്ല വെള്ളം കിട്ടുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആവശ്യത്തിന് നല്ല വെള്ളമുള്ള സ്ഥലങ്ങളാണ് ചൂസ് ചെയ്യുക. അപ്പോൾ ഒബിയസ്ലി വാട്ടർ എങ്ങനെയാണ് ഒരു ഫാക്ടർ ആയിട്ട് വരുന്നത് കൂടുതലായിട്ട് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ദെൻ മിനറൽസ്. ഓക്കെ, ഒരുപാട് ലൈക് ഗോൾഡ്, ഡയമണ്ട്സ്, ഇതൊക്കെ മിനറൽസ് ആണ്. ഇതിന്റെ ഒക്കെ പ്രസൻസ് ഉള്ള ഏരിയാസിലല്ലേ എന്ത് ചെയ്യുന്നുണ്ട്? ആൾക്കാർ മൈൻസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. എസ്പെഷ്യലി ഇതിന് എക്സാമ്പിൾ ആണ് സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, ഇവിടെ എന്താണ് ഒരുപാട് മിനറൽസിന്റെ ഒക്കെ ഡെപ്പോസിഷൻ ഉണ്ടെന്ന് അറിഞ്ഞതിന് ശേഷമാണ് അവിടെ ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യാൻ തുടങ്ങിയത്? റിസൈഡ് ചെയ്യാൻ തുടങ്ങിയത്, പ്രിഫർ ചെയ്യാൻ തുടങ്ങിയത് കുറച്ചുകൂടെ ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് മിനറൽസ് എഫക്ട് ചെയ്യുന്നത് മനസ്സിലായല്ലോ? ഓക്കെ, മിനറൽ ഒരു ഫാക്ടർ ആയിട്ട് വരുന്നത് മനസ്സിലായല്ലോ? ഓക്കെ, യെസ്, വാട്ടർ ഒരു ഫാക്ടർ ആയിട്ട് വരുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു, ആൻഡ് എങ്ങനെയാണ് മിനറൽ ഒരു ഫാക്ടർ ആയിട്ട് വരുന്നത് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ്. വേറെയും ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്, സോഷ്യൽ, കൾച്ചറൽ ആൻഡ് എക്കണോമിക് ഫാക്ടേഴ്സ്. അതെന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ? യെസ്, സോഷ്യൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ഏരിയാസ് ഓഫ് ബെറ്റർ ഹൗസിംഗ്, ഓക്കെ, എഡ്യൂക്കേഷൻ, ഹെൽത്ത് ഫെസിലിറ്റീസ്, ഇതൊക്കെ കിട്ടുന്ന അല്ലേ, ഇതൊക്കെ ഉള്ള ഏരിയാസ് എന്ന് പറയുന്നത് എസ്പെഷ്യലി സിറ്റീസ് അല്ലെങ്കിൽ ടൗൺസ് എന്ത് ചെയ്യും? ആൾക്കാർ പ്രിഫർ ചെയ്യും അല്ലെ? ദെൻ കൾച്ചറൽ, ഓക്കെ, അതായത് ഒരുപാട് പിൽഗ്രിമേജ് സെന്റേഴ്സ് ഉള്ള ലൈക്ക് വാരണാസി, ജെറുസലേം, വത്തിക്കാൻ സിറ്റി അല്ലെ, കുറച്ച് ഒരുപാട് റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർ അവിടെയൊക്കെ ചൂസ് ചെയ്യും. ഓക്കെ, യെസ്, ഇത്തരത്തിലുള്ള ഏരിയാസ് എന്ത് ചെയ്യും? യെസ്, ജീവിക്കാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്യും. ദെൻ എക്കണോമിക് ഫാക്ടേഴ്സ്, ഇൻഡസ്ട്രിയൽ ഏരിയാസ് അല്ലെ, ഒരുപാട് ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ എക്കണോമിക് ആക്ടിവിറ്റീസ് ഒക്കെ ഒരുപാട് നടക്കുന്ന ഏരിയാസിൽ ആളുകൾ എന്ത് ചെയ്യും? അങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാ? ബെറ്റർ ജോബ് ഓപ്പർച്യൂണിറ്റീസിനൊക്കെ വേണ്ടിയിട്ടൊക്കെ. ഇൻഡസ്ട്രീസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഒരുപാട് ജോലിയൊക്കെ അല്ലെ, ജോലി സാധ്യതകൾ കൂടുതലായിരിക്കും, ഓപ്പർച്യൂണിറ്റീസ് കൂടുതലായിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടും ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? ഇത്തരത്തിലുള്ള ഏരിയാസ് പ്രിഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ സോഷ്യൽ, കൾച്ചറൽ, എക്കണോമിക് ഫാക്ടേഴ്സ് നമ്മൾ പഠിച്ചില്ലേ? ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് പഠിച്ചു? സോഷ്യൽ ഫാക്ടർ പഠിച്ചു, കൾച്ചറൽ ഫാക്ടർ പഠിച്ചു, എക്കണോമിക് ഫാക്ടർ പഠിച്ചു. ഓക്കെ, ഇതെങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത് പഠിച്ചില്ലേ? ഓക്കെ, യെസ്, അപ്പൊ എങ്ങനെയാണ് ഈ ഒരു പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷനെ ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സ് എഫക്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി എന്താണ് പോപ്പുലേഷൻ ചേഞ്ച് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എന്താണ് പോപ്പുലേഷൻ ചേഞ്ച്? നോക്കിയോ, ദ പോപ്പുലേഷൻ ചേഞ്ച് റെഫേഴ്സ് ടു ചേഞ്ച് ഇൻ ദ നമ്പർ ഓഫ് പീപ്പിൾ ഡ്യൂറിംഗ് എ സ്പെസിഫിക് ടൈം. അതായത് ഒരു പെർട്ടിക്കുലർ ടൈമിൽ എന്ത് ചെയ്യാണ്? പോപ്പുലേഷനിൽ ചേഞ്ച് ഉണ്ടാവണം. മേ ബി കുറയുന്നതായിരിക്കാം അല്ലെ കൂടുന്നതായിരിക്കാം. ഓക്കെ, ദ വേൾഡ് പോപ്പുലേഷൻ ഹാസ് നോട്ട് ബീൻ സ്റ്റേബിൾ. അതായത് നമ്മളെ വേൾഡ് പോപ്പുലേഷൻ ആയിക്കോട്ടെ, നമ്മുടെ കൺട്രിയുടെ പോപ്പുലേഷൻ ആയിക്കോട്ടെ, നമ്മുടെ സ്റ്റേറ്റിന്റെ പോപ്പുലേഷൻ ആയിക്കോട്ടെ എന്ന് പറയുന്നത് സെയിം ആയിട്ട് നിൽക്കില്ല, സ്റ്റേബിൾ ആയിട്ട് നിൽക്കില്ല, കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും അല്ലേ? യെസ്, സോ ദിസ് ഇസ് ബിക്കോസ് ഓഫ് ദ ചേഞ്ച് ഇൻ നമ്പർ ഓഫ് ബേർഡ്സ് ആൻഡ് ഡെത്ത് റേറ്റ്. എന്തുകൊണ്ടാണ് ഈ ഒരു പോപ്പുലേഷൻ സ്റ്റേബിൾ അല്ല, ചേഞ്ച് വരുന്നുണ്ടെന്ന് പറയുന്നത്? നമ്മളെ ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് കുറഞ്ഞും കൂടിയും അല്ലെ, മാറി അതിലൊരു ചേഞ്ച് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു പോപ്പുലേഷൻ ചേഞ്ച് ഉണ്ടാവുന്നത്. സോ പോപ്പുലേഷൻ ചേഞ്ചിന്റെ മെയിൻ കോസ് എന്ന് പറയുന്നത് എന്താണ്? ബിക്കോസ് ഓഫ് ദ ചേഞ്ച് ഇൻ നമ്പർ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഇത്. യെസ്, പോപ്പുലേഷൻ ചേഞ്ച് ഉണ്ടാവുന്നത് ബർത്ത് ആൻഡ് ഡെത്ത് റേറ്റ് ഉണ്ടാവുന്ന ചേഞ്ച് കൊണ്ടാണ്. ഓക്കെ, യെസ്, until the 18s, okay, the world's population grew steadily but slowly. അല്ലാതെ ഒരു 18സിലൊക്കെ ആയപ്പോഴത്തേക്ക് എന്താണ് നമ്മുടെ വേൾഡ് പോപ്പുലേഷൻ എന്ത് ചെയ്തിട്ടുണ്ടായി? ഗ്രോ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായി, പക്ഷെ പതുക്കെ. ഓക്കെ, ലാർജ് നമ്പർ ഓഫ് ബേബീസ് വർ ബോൺ ബട്ട് ദേ ഡിഡ് ഡൈ ഏർലി ടു. അതായത് ഒരുപാട് കുട്ടികളൊക്കെ ജനിക്കുന്നുണ്ട്, പക്ഷെ അവർ ജനിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ മരിച്ചു പോവാണ്. എന്തായിരുന്നു ഇതിന്റെ റീസൺ എന്ന് പറയുന്നത്? ലാക്ക് ഓഫ് പ്രോപ്പർ ഹെൽത്ത് ഫെസിലിറ്റീസ് ആയിരുന്നു. ആ സമയത്ത് മെഡിക്കൽ കെയർ ആയിക്കോട്ടെ, ഹെൽത്ത് കെയർ ആയിക്കോട്ടെ, അല്ലെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ആയിക്കോട്ടെ, ഇതൊന്നും കിട്ടുന്നുണ്ടായില്ല അല്ലെ, അമ്മയ്ക്കും കുഞ്ഞിനും ആയിക്കോട്ടെ. യെസ്, എന്ത് ചെയ്തിട്ടുണ്ടായി? സഫീഷ്യന്റ് ഫുഡ് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അല്ലെ. എന്താണ്? ഫാമർ അല്ലെ, ജനിക്കുന്ന കുട്ടികൾക്ക് അനുസരിച്ച് ഇത്തരത്തിലുള്ള പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായില്ല. അപ്പോൾ ഇതെന്ന് പറയുന്നത് അല്ലെ, ലാക്ക് ഓഫ് പ്രോപ്പർ ഹെൽത്ത് കെയർ തന്നെയാണ്, അല്ലെങ്കിൽ ഹെൽത്ത് ഫെസിലിറ്റീസ് തന്നെയാണ് അന്ന് പെട്ടെന്ന് കുട്ടികൾ ജനിക്കുന്നു, അപ്പൊ തന്നെ മരിച്ചു അല്ലെ, ഒരുപാട് കുട്ടികൾ ജനിക്കുന്നുണ്ട് പക്ഷെ പെട്ടെന്ന് മരിച്ചു പോകുന്നതിന്റെ റീസൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. ഓക്കെ, പക്ഷെ ഒരു 1804 ഒക്കെ ആയപ്പോഴത്തേക്ക് യെസ്, ദ വേൾഡ്സ് പോപ്പുലേഷൻ റീച്ച്ഡ് 1 ബില്യൺ ആയിട്ടോ. അത് ഒരുപാട് കൂടി. ഓക്കെ, യെസ്, പിന്നെ ഉണ്ടായത് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ആണ്. നോക്കിയോ, 155 years later, 1959, the population reached 3 billion. ഓക്കെ, 1 ബില്യൺ എന്തായി? 1 ബില്യൺ എന്നത്
3 ബില്യൺ ആയിട്ട് കൂടി. ഓക്കെ, യെസ് 1 ബില്യൺ ആയിരുന്നു. ഓക്കെ, ഇപ്പോ 1804 ആൻഡ് 1959 ആയപ്പോഴത്തേക്ക് അത് എത്രയായി? 3 ബില്യൺ ആയി. ഓക്കെ, യെസ് ട്രിപ്പിൾ ആയി അല്ലേ, അതിന്റെ 3 ഇരട്ടി കൂടി. ഓക്കെ, യെസ് ഇൻ 1999 40 years later, അവിടുന്ന് 40 വർഷം കഴിഞ്ഞിട്ട്, ഓക്കെ 40 years later എന്തായി? യെസ് 3 ബില്യൺ അല്ലേ. 1 എന്നത് എങ്ങോട്ടേക്കാണ് മാറിയത്? യെസ് 3 ബില്യൺ ആയി. ഈ 3 ബില്യൺ പിന്നെയും ഡബിൾ ആയി. എത്രയായി? 6 ബില്യൺ ആയി. ഓക്കെ, ഒരു റാപ്പിഡ് ചേഞ്ച് അല്ലെ, എക്സ്പ്ലോഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും പെട്ടെന്ന് ഇത്രയും പോപ്പുലേഷൻ കൂടാൻ കാരണം? അതിന്റെ റീസൺസ് എന്ന് പറയുന്നത്, ഈ ഒരു ഗ്രോത്തിന്റെ റീസൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക ബെറ്റർ ഫുഡ് സപ്ലൈസ് ആൻഡ് മെഡിസിൻ. ഓക്കെ, ഡെത്ത് വർ റെഡ്യൂസിങ്, ഡെത്ത് റേറ്റ്സ് എന്ത് ചെയ്യാൻ തുടങ്ങി? റെഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. വൈൽ ദ നമ്പർ ഓഫ് ബർത്ത് സ്റ്റിൽ റിമെയിൻ ഫെയർലി ഹൈ. അതായത് ബർത്ത് റേറ്റ് കൂടാൻ തുടങ്ങി, ഡെത്ത് റേറ്റ് കുറയാൻ തുടങ്ങി. നല്ല രീതിയിലുള്ള മെഡിക്കൽ കെയറും അല്ലെ ഫുഡ് സപ്ലൈ ഒക്കെ കൂടാൻ തുടങ്ങിയതിന്റെ ഭാഗമായിട്ട് അല്ലെ ഇത് നല്ലൊരു ചേഞ്ച് അല്ലെ നമ്മുടെ പോപ്പുലേഷൻ ഗ്രോത്തിൽ കാണാൻ തുടങ്ങി. ഓക്കെ, യെസ്. അപ്പൊ എന്താണ് ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ്? യെസ്, ബർത്ത് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബർത്ത് ആർ യൂഷ്വലി മെഷേർഡ് യൂസിങ് ദ ബർത്ത് റേറ്റ്, ദാറ്റ് ഇസ് ദ നമ്പർ ഓഫ് ലൈവ് അല്ലെ ജനിക്കുന്ന ആൾക്കാരുടെ കുട്ടികളുടെ എണ്ണം, ബർത്ത്സ് പെർ 1000 people per year. ഓക്കെ, അല്ലെങ്കിൽ 1000 people, ഓക്കെ 1000 പേർക്ക് എത്ര കുട്ടികൾ ജനിച്ചു. ഓക്കെ, പെർ എന്ന് പറയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ 6 അല്ലെങ്കിൽ 60 ബർത്ത്. ഓക്കെ, 60 ബർത്ത് പെർ 1000 people. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളെ ബർത്ത് റേറ്റ് പറയാ. ഇതുപോലെ തന്നെയാണ് ഡെത്ത് റേറ്റും. ഓക്കെ, ഇവിടെ ജനിക്കുന്നതിന് പകരം നമ്മൾ എന്ത് പറയാണ്? മരിക്കുക എന്ന് പറയാണ്. ഓക്കെ, അതായത് ബർത്തിന് പകരം ഡെത്ത് ആണ് വരുന്നത്. അതായത് യെസ് ദ നമ്പർ ഓഫ് ഡെത്ത് പെർ 1000 people. ഓക്കെ, നമ്പർ ഓഫ് ഡെത്ത് per 1000 people. ബർത്ത് റേറ്റ് എന്താണ് അപ്പോ? നമ്പർ ഓഫ് ബർത്ത് per 1000 people. ഓക്കെ, അപ്പൊ ഇതാണ് ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിലുണ്ടാവുന്ന ചേഞ്ച് ആണ് നമ്മൾ പോപ്പുലേഷൻ ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് പോപ്പുലേഷന്റെ ഗ്രോത്ത്, നല്ല രീതിയിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവാൻ കാരണം ബർത്ത് റേറ്റ് എന്ത് ചെയ്യാൻ തുടങ്ങി? യെസ് കൂടാൻ തുടങ്ങി ആൻഡ് ഡെത്ത് റേറ്റ് കുറയാൻ തുടങ്ങി. ഇതായിരുന്നു അല്ലെ നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് പോപ്പുലേഷൻ ചേഞ്ചിൽ അല്ലെങ്കിൽ പോപ്പുലേഷൻ ഗ്രോത്തിൽ ഉണ്ടാവാനുള്ള റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മൈഗ്രേഷൻ എന്താണെന്ന് നമുക്കറിയണം. ഈ ചാപ്റ്ററിൽ നമ്മൾ മൈഗ്രേഷൻ എന്താണെന്ന് പഠിക്കണം. ഓക്കെ, പല പല റീസൺസ് എന്ത് ചെയ്യുന്നുണ്ട്? ആൾക്കാരെ വേറെ കൺട്രീസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ഫോഴ്സ് ചെയ്യുന്നുണ്ട്. ചില കൺട്രീസ്, ഫോർ എക്സാമ്പിൾ സൗത്ത് ആഫ്രിക്ക അല്ലെങ്കിൽ അതുപോലെ ആഫ്രിക്കൻ കൺട്രീസ് എന്ന് പറയുന്നത്, ചില ഏഷ്യൻ കൺട്രീസ് എന്ന് പറയുന്നത് അവിടുത്തെ ഓപ്പർച്യൂണിറ്റീസ്, ഇൻഫ്രാസ്ട്രക്ചർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മേ ബി പോവർട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ്, എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ്, ജോബ് ഓപ്പർച്യൂണിറ്റീസ് വേണ്ടിയിട്ടായിരിക്കാം ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? നല്ല നല്ല സിറ്റീസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. നല്ല ഓപ്പർച്യൂണിറ്റി ബെറ്റർ തേടിയിട്ട് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? പോകുന്നുണ്ട്. ഓക്കെ, സോ ഇതിനെയാണ്, ഈ ഒരു മൂവ്മെന്റിനെയാണ് നമ്മൾ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ മൈഗ്രേഷൻ ഈസ് ദ മൂവ്മെന്റ് ഓഫ് പീപ്പിൾ in and out of an area. ഓക്കെ, എന്താണ് മേ ബി ഒരു സ്ഥലത്തേക്ക് വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു സെയിം സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നതായിരിക്കാം. ഓക്കെ, ഇതിനാണ് മൈഗ്രേഷൻ എന്ന് വിളിക്കുന്നത്. ഇൻ ആൻഡ് ഔട്ട്. ഓക്കെ, യെസ് മൈഗ്രേഷൻ ഇസ് അനദർ വേ ബൈ വിച്ച് പോപ്പുലേഷൻ സൈസ് ചേഞ്ചസ്. ഈ മൈഗ്രേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? പോപ്പുലേഷൻ സൈസ് എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ആവാൻ ഒരു കാരണമാകുന്നുണ്ട്. എങ്ങനെയാണ്? ഒരു സ്ഥലത്തുള്ള ആൾക്കാർ വേറൊരു കൺട്രി പോവാണ്, അപ്പൊ അവിടെയുള്ള പോപ്പുലേഷൻ എന്താണ്? കൂടുകയാണ് അല്ലെ. അല്ലെങ്കിൽ ഒരു കൺട്രിയിൽ നിന്ന് നമ്മുടെ കൺട്രിയിലേക്ക് വരുമ്പോഴത്തേക്ക് യെസ് അവിടെയുള്ള പോപ്പുലേഷൻ കുറയാണ്, നമ്മുടെ കൺട്രിയുടെ പോപ്പുലേഷൻ കൂടാണ്. അപ്പൊ ഒരു സ്ഥലത്തെ പോപ്പുലേഷൻ ചേഞ്ച് അല്ലെ, പോപ്പുലേഷന്റെ സൈസിൽ ചേഞ്ചസ് ഉണ്ടാക്കാൻ ആര് കാരണമാവുന്നുണ്ട്? മൈഗ്രേഷൻ ഒരു റീസൺ ആവുന്നുണ്ട്. ഓക്കെ, ഇതിൽ തന്നെ നമുക്ക് ഇമിഗ്രേഷൻ എന്താണ്, എമിഗ്രേഷൻ എന്താണെന്ന് പഠിക്കണം. ഓക്കെ, മൈഗ്രേഷൻ നമ്മൾ പഠിച്ചു, അതിൽ തന്നെ നമുക്ക് എന്ത് പഠിക്കാനുണ്ട്? യെസ് ഇമിഗ്രേഷൻ എന്താണെന്ന് പഠിക്കാനുണ്ട്, എമിഗ്രേഷൻ എന്താണെന്ന് പഠിക്കാനുണ്ട്. ഇമിഗ്രേഷൻ എന്താണ്? വെൻ എ പേഴ്സൺ എൻറ്റേഴ്സ് എ ന്യൂ കൺട്രി, ഒരാൾ പുറത്തേക്ക് ഒരു പുതുതായിട്ടൊരു പുതിയ കൺട്രിയിലേക്ക് എൻ്റർ ചെയ്യുന്നതിനാണ് നമ്മൾ ഇമിഗ്രേഷൻ എന്ന് പറയുന്നത്. എമിഗ്രേഷനോ വെൻ എ പേഴ്സൺ ലീവ്സ് എ കൺട്രി അല്ലെ, ഒരു കൺട്രി വിട്ടിട്ട് എന്ത് ചെയ്യാണ്? വേറൊരു കൺട്രിയിലേക്ക് പോകുന്ന ഒരു പ്രോസസ്സിനെയാണ് എമിഗ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വെറാസ് ഇമിഗ്രേഷൻ എന്താണ്? ഒരാൾ സ്വന്തം കൺട്രി വിട്ട് പുതിയൊരു കൺട്രിയിലേക്ക് വരികയാണ്. ഓക്കെ, ആ ഡിഫറൻസ് മനസ്സിലായല്ലോ. യെസ്, ഇനി നമുക്ക് പോപ്പുലേഷൻ കോമ്പോസിഷൻ ആണ് പഠിക്കാനുള്ളത്. എന്താണ് പോപ്പുലേഷൻ കോമ്പോസിഷൻ? ഇറ്റ് റെഫേഴ്സ് ടു ദ സ്ട്രക്ചർ ഓഫ് ദ പോപ്പുലേഷൻ. പോപ്പുലേഷൻ സ്ട്രക്ചറിനെയാണ് നമ്മൾ പോപ്പുലേഷൻ കോമ്പോസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പീപ്പിൾ വാരി ഗ്രേറ്റ്ലി ഇൻ ദർ, നമുക്കറിയാം ഏജ്, സെക്സ് അല്ലെ, ലിറ്ററസി ലെവൽ, ഹെൽത്ത് കണ്ടീഷൻ, ഓക്യുപ്പേഷൻ, ഇതിലൊക്കെ അല്ലെ പോപ്പുലേഷൻ എന്തുണ്ട്? ഡിഫറൻസ്, ഡിഫറെന്റ് കാറ്റഗറീസ് നമുക്ക് കാണാം. സോ യെസ്, എന്താണ് പോപ്പുലേഷൻ സ്ട്രക്ചറിന്റെ ഇമ്പോർട്ടൻസ്? ഓക്കെ, ഇതെന്ന് പറയാൻ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ തരുന്നുണ്ട്. ഇതിനെ പറ്റിയുള്ള ഐഡിയ അബൌട്ട് ദ നമ്പർ ഓഫ് മെയിൽസ് ആൻഡ് ഫീമെയിൽസ്. ഓക്കെ, then which age group they belong to,
then how educated they are. ഓക്കെ, അങ്ങനെ കൃത്യമായിട്ട് നമ്മൾ പോപ്പുലേഷൻ ഓരോ കാറ്റഗറിനെ പറ്റിയും അല്ലെ കൃത്യമായിട്ട് ഡീറ്റെയിൽസ് തരാണ് ഈ ഒരു പോപ്പുലേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പോപ്പുലേഷൻ കോമ്പോസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് പോപ്പുലേഷൻ പിരമിഡ് എന്ന് പറയുന്നത്. ഇവിടെ തന്നെ നിങ്ങൾക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പ് അല്ലെങ്കിൽ സെക്സിലുള്ള ആൾക്കാരല്ലേ, മെയിൽ ആൻഡ് ഫീമെയിലിനെ കാണാം. ഓക്കെ, അത് തന്നെ എന്താണ് ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പ് അല്ലേ, 0 to 4, 5 to 9, 10 to 14 years, അങ്ങനെ ഒരുപാട് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ ഇതേ ഈ ഒരു സൈഡിൽ നിങ്ങൾക്ക് ഏജ് ഗ്രൂപ്പാണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ടല്ലേ കൃത്യമായിട്ട് ഈ ഒരു കാറ്റഗറൈസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആളുകളെ മനസ്സിലാക്കാൻ പറ്റുന്നത്, പോപ്പുലേഷനെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഏജ് സെക്സ് പിരമിഡ്. ഓക്കെ, യെസ്, ഏജ് സെക്സ് പിരമിഡ്. യെസ്, ഇനി പോപ്പുലേഷൻ പിരമിഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, യെസ്, ദ ടോട്ടൽ പോപ്പുലേഷൻ ഡിവൈഡ് ഇൻ ടു വേരിയസ് ഏജ് ഗ്രൂപ്പ്സ് അല്ലെ, ഓരോ ഏജ് ഗ്രൂപ്പ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആളുകളെ പോപ്പുലേഷൻ ഡിവൈഡ് ചെയ്യും അല്ലെ. ഫോർ എക്സാമ്പിൾ 5 തൊട്ട് 9 വയസ്സ് വരെയുള്ള കുട്ടികൾ അല്ലെ, 10 to 14 വയസ്സ് വരെയുള്ള കുട്ടികൾ, അല്ലെങ്കിൽ 50 തൊട്ട് 60 വയസ്സ് വരെയുള്ള ആൾക്കാർ, ഇങ്ങനെ ഓരോ ഏജ് കാറ്റഗറി എടുക്കും. ഇതിനെ നമ്മൾ മെയിൽ എന്നും ഫീമെയിൽ എന്നും എന്ത് ചെയ്യും, യെസ്, മാറ്റും. ഓക്കെ, നമ്മൾ തൊട്ട് മുന്നേ കണ്ടു, യെസ്, ബ്ലൂ കളർ എന്ന് പറയുന്നത് മെയിലാണ്, റെഡ് കളർ എന്ന് പറയുന്നത് ഫീമെയിൽ ആണ്. തൊട്ട് സൈഡിൽ ഈ വരയിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നത് ഏജ് ഗ്രൂപ്പ് ആണ്. ഓക്കെ, 5 to 9, യെസ്, 10 to 14. ഓക്കെ, ആ ഒരു ഏജ് ഗ്രൂപ്പ്. ആൻഡ് അതിൽ വരുന്ന അല്ലെ ഈ 0 to 14 0 to 4 അല്ലെ 4 വയസ്സ് വരെയുള്ള കുട്ടികളിൽ വരുന്നതിൽ ഈ ബ്ലൂ എന്ന് പറയുന്നത് ആൺകുട്ടികളാണ്. ഓക്കെ, യെസ്, ഈ ഒരു റെഡ് എന്ന് പറയുന്നത് പെൺകുട്ടികളാണ്. ഓക്കെ, ആ ഒരു ഡിഫറൻസ് മനസ്സിലായല്ലോ. എങ്ങനെയാണ് ഏജ് സെക്സ് പിരമിഡ് ഈ ഒരു പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ മനസ്സിലാക്കാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് മനസ്സിലായല്ലോ. യെസ്, and the population pyramid also tells us how many dependents there are in a country. എത്രത്തോളം ഡിപ്പെൻഡൻസ് നമ്മുടെ കൺട്രിയിൽ ഉണ്ടെന്ന് പറയാൻ മനസ്സിലാക്കാൻ ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പോപ്പുലേഷൻ പിരമിഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഏജ് സെക്സ് പിരമിഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്, there are 2 groups of dependents. ഡിപ്പെൻഡൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അല്ലെ എസ്പെഷ്യലി എംപ്ലോയിഡ് അല്ലാത്ത ആൾക്കാർ, അതായത് നമ്മൾ ബാക്കിയുള്ള പോപ്പുലേഷനെ ഡിപ്പെൻഡഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ. അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ആൾക്കാരാണ് കുഞ്ഞു വാവകളില്ലേ, അല്ലെ ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞു കുട്ടികൾ, പ്ലസ് നമ്മൾ ഏജ്ഡ് ആയിട്ടുള്ള ഓൾഡ് ഏജ് പീപ്പിൾ ഇല്ലേ, അവർ 2 പേരാണ് ഇതിൽ നമ്മൾ ഡിപ്പെൻഡന്റ് ഗ്രൂപ്പ്സ് എന്ന് അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് കാറ്റഗറീസ് എന്ന് പറയുന്നത്. അതായത് യങ് ഡിപ്പെൻഡൻസ് ഉണ്ട്, അതായത് ഏജ്ഡ് ബിലോ 15 years, 15 വയസ്സിന് താഴെ ആൾക്കാർ, അതായത് നിങ്ങൾ എല്ലാവരും എന്താണ്, ഡിപ്പെൻഡൻസ് ആണ്. ഓക്കെ, ആൻഡ് എൽഡർലി ഡിപ്പെൻഡൻസ് ഏജ്ഡ് ഓവർ 65 years, നിങ്ങളുടെ ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ അല്ലെ 65 വയസ്സ് കഴിഞ്ഞ ആൾക്കാരെയാണ് യെസ് എൽഡർലി ഡിപ്പെൻഡൻസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ 2 ഗ്രൂപ്പാണ് യെസ് എന്താ നമ്മൾ ഡിപ്പെൻഡൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ആരൊക്കെയാണ്, യങ് ഡിപ്പെൻഡൻസും ഉണ്ട് ആൻഡ് എൽഡർലി ഡിപ്പെൻഡൻസ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്തു, നമ്മുടെ യെസ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ സിമ്പിൾ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ പെട്ടെന്ന് എല്ലാവർക്കും കോൺസെപ്റ്റ് ക്ലിയർ ആയില്ലേ. യെസ്, അങ്ങനെ നമ്മൾ ഇത്രയും ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മൾ ചാപ്റ്റർ തീർത്തിട്ടുണ്ടല്ലേ. അപ്പൊ ഇനിയും നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, സോഷ്യൽ ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ഇനിയും യെസ് മക്കളെ മിസ് അടുത്ത ക്ലാസ്സിൽ യെസ് അടുത്തൊരു ചാപ്റ്റർ ആയിട്ട് അടുത്തൊരു ചാപ്റ്ററിന്റെ കോൺസെപ്റ്റ് റിവിഷനുമായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. സോ എല്ലാവർക്കും ഇപ്പൊ ടാറ്റ ബൈ ബൈ, നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ബൈ.